Hello everyone, welcome back to Salem Learning. It's me Anuragna, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അല്ലേ എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കുഞ്ഞിലേ അറിയുന്ന കാര്യങ്ങളാണ്. എന്നാലും നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാൻ പോവാണ്. ഇപ്പോഴും കുറച്ച് പേർക്ക് എന്താണ് നാച്ചുറൽ നമ്പർ, എന്താണ് ഹോൾ നമ്പർ, എന്താണ് ഇൻഡിജേഴ്സ്, ഇൻഡിജേഴ്സിൽ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടായിരിക്കും എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അതൊക്കെ നമ്മൾ ഇനി ക്ലിയർ ചെയ്യും. ഒരു ചെറിയ എന്ത് പഠിച്ചാൽ മതി, ഫാമിലിയെ കുറിച്ച് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫാമിലി ഉണ്ടായിരിക്കും. ആ ഫാമിലിയിൽ എന്തുണ്ടായിരിക്കും? നമ്മളെ വീട്ടിൽ ആരൊക്കെ ഉണ്ടാടാ? നമ്മളുണ്ട്, അച്ഛൻ, അമ്മ, ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി, അതൊരു ഫാമിലിയാ അല്ലേ. അപ്പൊ അതുപോലെ സെറ്റായിട്ട് കുറച്ച് നമ്പേഴ്സുകളുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഫാമിലികളുണ്ട്. ആ ഫാമിലികൾ ചേർന്ന് വരുമ്പോൾ എന്തായിട്ട് മാറും? വലിയ ഫാമിലികളായിട്ട് മാറും. അപ്പൊ ആ ഒരു രീതിയിൽ മാത്രം എൻ്റെ മക്കൾ എന്താക്കിയാൽ മതി, നമ്പേഴ്സിനെ കൺസിഡർ ചെയ്താൽ വേഗം നമുക്ക് നമ്മുടെ ലിസ്റ്റിലുള്ള നാച്ചുറൽ നമ്പേഴ്സിനെയും ഹോൾ നമ്പേഴ്സിനെയും ഇൻഡിജേഴ്സിനെയും റാഷണൽ നമ്പേഴ്സിനെയും ഒക്കെ പഠിക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിൽ ആദ്യത്തെ ഫാമിലിയാണ് ആരടാ? നമ്മളെ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ. യെസ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. 1, 2, 3 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്നില്ല, ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന നമ്പേഴ്സുകളാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പൊ ഇതാണ് ആര്? നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ ഞാൻ ഈ ഒരു വട്ടം വരച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇതാണ് നമ്മളെ നാച്ചുറൽ നമ്പേഴ്സ്. ഇതിനെ ഞാൻ ആ വട്ടത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് എഴുതുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഓക്കെ, ഒന്ന് വട്ടത്തിനുള്ളിലേക്ക് എഴുതുന്നുണ്ട്. 1, 2, 3 എക്സെട്ര എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത്? നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ഫാമിലിയാണ് കേട്ടോ ഇത്. ആദ്യത്തെ ഫാമിലി നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന ഫാമിലി ഉണ്ടായി. ആ ഫാമിലിയുടെ കൂടെ കേട്ടോ, നാച്ചുറൽ നമ്പറിന്റെ കൂടെ തൊട്ടടുത്ത ഒരു ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്. അത് ആരാന്നറിയോടാ? നമ്മൾക്ക് കയ്യിലുള്ള നമ്പേഴ്സുകൾ ആരൊക്കെയാ? 1 അല്ലേ, 1, 2, 3 എക്സെട്ര എന്ന് പറയുന്ന നമ്പേഴ്സ് ആണ് നമ്മളെ കയ്യിലുള്ള നമ്പേഴ്സ്. അതിൻ്റെ കൂടെ ഒരു 0 കൂടെ വരുവാണെങ്കിൽ കേട്ടോ, ഇതിൻ്റെ കൂടെ ഒരു 0 കൂടെ വരുവാണെങ്കിൽ ആ ഫാമിലിയുടെ പേര് മാറി എന്തായിട്ട് മാറും? യെസ്, ഹോൾ നമ്പർ എന്നുള്ള രീതിയിലായിട്ട് മാറും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഒരു ഫാമിലിയാണ് ആരടാ? ഹോൾ നമ്പർ. ഓക്കെ, അപ്പൊ ഒരു കുഞ്ഞു ഫാമിലി ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ഒരു വലിയ ഫാമിലി കൂടെ ആയി. ആര് ചേർന്നപ്പോ? 0 എന്ന് പറഞ്ഞ നമ്പർ വന്നപ്പോ ഇല്ലേടാ, ഇവിടെ 1 മുതലായിരുന്നു ഇൻഫിനിറ്റി വരെ സംഖ്യകളുള്ളത് നാച്ചുറൽ നമ്പേഴ്സാ. അതിന്റെ കൂടെ 0 കൂടെ വന്നപ്പോ പുതിയ ഫാമിലി ആയി. അതാരാ? ഹോൾ നമ്പർ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സ് ആണെന്ന് പറയാം. പക്ഷെ തിരിച്ചു പറയാൻ പറ്റുമോ? ഇല്ല. എല്ലാ ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സ് ആണോ? ഇല്ല. എന്തുകൊണ്ടാ? ഈ 0 എന്ന് പറയുന്ന സംഖ്യ നാച്ചുറൽ നമ്പേഴ്സിൽ വരുന്നില്ല. 0 കൂടെ വരുമ്പോഴാണ്, നാച്ചുറൽ നമ്പറിന്റെ കൂടെ 0 കൂടെ വന്നപ്പോൾ അത് ആരായി? ഹോൾ നമ്പർ ആയിട്ട് മാറി. ഇനി എൻ്റെ മക്കൾ നോക്കണേ, ഇത്ര നമ്പേഴ്സേ ഉള്ളൂ. നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു സംശയം വരും അല്ലേ. അപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? യെസ്, നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ -3, -2, -1, 0, 1, 2, 3 എക്സെട്ര അല്ലെ. നെഗറ്റീവ് ഇങ്ങോട്ടും എക്സെട്ര ഉണ്ടാവും. എന്ന് വെച്ചാൽ നെഗറ്റീവിന്റെ ഭാഗത്തേക്കും ഉണ്ടാവും എക്സെട്ര എന്ന് പറയുന്ന നമ്പേഴ്സ് അല്ലെ. -4, -5 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകും. അതുപോലെ ഇപ്പുറത്തേക്ക് അല്ലെ നേരെ പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. 0യുടെ റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് നമ്പേഴ്സും 0യുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് നമ്പേഴ്സും ആണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം. അപ്പൊ ഈ നമ്പേഴ്സുകൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സും 0യും പോസിറ്റീവ് നമ്പേഴ്സും ഉൾപ്പെടുന്ന നമ്പർ സിസ്റ്റത്തിനെ നമ്മൾ എന്ത് പറയും? യെസ്, അതിനെയാണ് പുതിയൊരു ഫാമിലി, അവരാണ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് അല്ലേടാ. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡിജേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഫാമിലിയാ. ആരൊക്കെ ഉള്ളത്? ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, അതുപോലെ 0 ഉൾപ്പെടുന്ന ഹോൾ നമ്പർ ഉണ്ട്, അതിൻ്റെ കൂടെ ആരും കൂടെ എക്സ്ട്രാ വന്നു? നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വന്നു. അപ്പൊ നോക്കണേ, ഇത് എല്ലാം കൂടെ ചേർന്നപ്പോൾ ആരായി? ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞൊരു വലിയ ഫാമിലി ആയിട്ട് മാറി. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഈ ഇൻഡിജേഴ്സിന്റെ ഒക്കെ കൂടെ വീണ്ടും ഒരു വലിയ ഫാമിലി ഉണ്ടാവുന്നുണ്ട്. അതാരാണ് ആ വലിയ ഫാമിലി? എൻ്റെ മക്കളിപ്പോൾ കുറേ ആൾക്കാരെ പഠിച്ചു അല്ലേ, നെഗറ്റീവ് നമ്പേഴ്സ് ഉൾപ്പെടുന്ന കുറച്ച് ആൾക്കാരെ പഠിച്ചു. ഇപ്പൊ ഞാൻ നെഗറ്റീവ് നമ്പർ, അപ്പൊ നെഗറ്റീവ് 4/3 എന്നെടുത്തു എന്ന് വിചാരിക്കാം. -4/3. അപ്പൊ അതെന്തായി? യെസ്, അതൊരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള ഒരു ഫ്രാക്ഷൻ ആയിട്ടുള്ള നമ്പർ ആയിട്ട് മാറി. ഇത്ര നേരവും നമ്മളെ ഒരു ഫാമിലിയിലും ഫ്രാക്ഷനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇപ്പൊ പുതിയൊരു ഫാമിലിയില് ആര് കൂടെ ഉണ്ടായി? ഒരു കുഞ്ഞു കൂടെ ഉണ്ടായി എന്ന് തന്നെ മക്കൾ മനസ്സിലാക്കിയാൽ മതി അല്ലേ. പുതിയ ഫാമിലിയിലേക്ക് ഒരു കുഞ്ഞുണ്ടായി. അതാരാണ്?
അത് ഫ്രാക്ഷൻ ആണ് ഇല്ലേ? നമുക്ക് എങ്ങനെ എഴുതാം? 0/1 എന്നും എഴുതാം. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ പറഞ്ഞേ. യെസ്, ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള രീതിയിലുള്ള നമ്പേഴ്സുകൾ ഏതും പറയാം. ഏത് പറയാടാ? ഇത് നമുക്ക് 3/5 എന്ന് പറയാം. ഇത് പോസിറ്റീവ് ഫ്രാക്ഷൻ ആണ് അല്ലേ? അപ്പൊ നോക്കിക്കേ, ഇത് പോസിറ്റീവ് ഫ്രാക്ഷൻ ആണ്. 0 ഉൾപ്പെടുന്ന രീതിയിൽ നമുക്ക് 0/1 എന്ന് പറയാം. നെഗറ്റീവ് നമ്പർ ഉൾപ്പെടുന്ന രീതിയിൽ ഫ്രാക്ഷൻസ് പറയാം. ഇങ്ങനെ നമ്പേഴ്സിനെ ഫ്രാക്ഷന്റെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പേഴ്സുകൾക്ക് ഒരു പേരുണ്ട്. അതിനെ അല്ലേ നമുക്ക് ഇവിടെ എന്ത് പറയാം? ദിസ് ഈസ് P/Q ഫോം അല്ലേ? നമുക്ക് നമ്പേഴ്സിനെ ഏത് രീതിയിൽ ഒരു വാരിയബിളിന്റെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ മുകളിൽ P താഴെ Q എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ P/Q ഫോമിലുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയും? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. അപ്പൊ നോക്കണേ, ഈ റാഷണൽ നമ്പേഴ്സ് അല്ലെ, റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആര് കൂടെ അവിടെ ഉണ്ട്? യെസ്, അവിടെ നമ്മളെ ആദ്യം പഠിച്ച നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. ഈ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും ഇൻറ്റിജേഴ്സും ഉൾപ്പെടുന്ന ഒരു ഫ്രാക്ഷനിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്രാക്ഷൻ എവിടെ വരുന്നു എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ആൻസർ ആയി. എവിടെയാ ഫ്രാക്ഷൻ വരിക? യെസ്, ഫ്രാക്ഷൻ വരുന്നത് ഓൺലി ഇൻ റാഷണൽ നമ്പേഴ്സ്. അപ്പൊ റാഷണൽ നമ്പേഴ്സിന്റെ ഫാമിലിയിലാണ് ഫ്രാക്ഷൻ ആദ്യമായി കടന്നു വരുന്നത്. അപ്പൊ ഈ ഒരു ഫാമിലി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്? നമ്പർ സിസ്റ്റം എന്നുള്ള കാര്യം സെറ്റായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഇവിടെ വെച്ച് നമ്മൾ നമ്പർ സിസ്റ്റം നിൽക്കുന്നില്ല. ഇനിയും ഇതിനേക്കാൾ വലിയൊരു ഫാമിലി ഉണ്ട് നമ്പർ സിസ്റ്റത്തിന്. അതൊക്കെ നിങ്ങൾ അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. ഇല്ലെങ്കിൽ എന്തായാലും മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്കുള്ള സംശയങ്ങളും അതുപോലെ നിങ്ങൾക്ക് ടെക്സ്റ്റ് വൈസ് ആയിട്ടാണെങ്കിലും ചാപ്റ്റർ വൈസ് ആണെങ്കിലും അല്ലാതെയും ഉള്ള സംശയങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ എന്തായാലും ആ സംശയങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങളുമായിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.